ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ബുധനാഴ്ച ട്രംപ് നടത്തിയ അനൗൺസ്മെൻ്റാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ബുധനാഴ്ചയും അതുപോലെ തന്നെ ഏഷ്യൻ യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത്. അതേസമയം അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും ഇന്നലെ സെൽ ഓഫ് ആണ് കണ്ടത്. ബുധനാഴ്ച ഡൗ ജോൺസ് ഇൻഡെക്സ് 7.87% ഉയർന്നിരുന്നു. അതുപോലെ തന്നെ S&P 500 9.53% ഉയർന്നിരുന്നു. നാസ്ഡാക്ക് 12.16% ഉയർന്നിരുന്നു. പക്ഷേ ഇന്നലെ ഡൗ ജോൺസ് 2.5% വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ S&P 500 3.4% വീക്കായിട്ടാണ്, നാസ്ഡാക്ക് 4.3% വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുടെ മേലുള്ള താരിഫ് 90 ദിവസത്തേക്ക് നീട്ടിവെച്ചാണ് ഗ്ലോബൽ റാലിക്ക് മിനിഞ്ഞാന്നൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചൈനയുടെ മേൽ ഫെൻഡാനിൽ ടാക്സ് അടക്കം 145% താരിഫ്. അതോടൊപ്പം തന്നെ ചൈന അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ 84% താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് വാർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിനൊക്കെ നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നലെ അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. മാർച്ച് മാസത്തെ 2.4%. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും താഴെ വരുന്നത്. ഇത് പൊതുവെ പോസിറ്റീവ് ന്യൂസാണ്. US ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഡിസിഷൻ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി കഴിഞ്ഞ് നമ്മുടെ അവിടെയും 0.25% റെപ്പോ റേറ്റ് കട്ട് ചെയ്തിരുന്നു. ഒപ്പം പറഞ്ഞിരിക്കുന്ന അടുത്ത മീറ്റിങ്ങുകളിൽ ഒരുപക്ഷെ റെപ്പോ റേറ്റ് കട്ട് ചെയ്തേക്കാമെന്നാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ചൈനീസ് US താരിഫ് വാർ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3221.4 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് മാസത്തിലും അതുപോലെ തന്നെ Q1 അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എൻഡ് ചെയ്ത Q1 ഗോൾഡ് ETF-കളിലേക്കാണ് വലിയ രീതിയിൽ ഇൻഫ്ലോ വന്നിരിക്കുന്നതാണ്. അമേരിക്കയിൽ, യൂറോപ്പിൽ അതുപോലെ തന്നെ ഏഷ്യയിലൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലോ ആണ് മാർച്ച് മാസത്തിലും വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിന് ശേഷമാണ് വീണ്ടും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മുന്നേറുന്നത്. ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് ഒക്കെ പറഞ്ഞിരുന്ന 3250, 3525 ഒരു പക്ഷേ അവർ പ്രിഡിക്റ്റ് ചെയ്ത ടാർഗറ്റ് ഡേറ്റിന് മുമ്പ് തന്നെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഗോൾഡ് ഇന്നത്തെ താരം ഗോൾഡ് തന്നെയാണ്. ഇന്നലത്തെ താരം ഗോൾഡാണ്. ബുധനാഴ്ച ക്ലോസിങ്ങിന് ശേഷം ഇന്ന് ഗോൾഡ് അറൗണ്ട് $140 പെർ ഔൺസിനാണ് ഇന്ന് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ട് TCSൻ്റെ വന്നു, സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതേസമയം ഓർഡർ ഇൻഫ്ലോ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ TCSൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ട്രേഡിങ്ങിന് ശേഷമാണ്, ട്രേഡിങ് ആരംഭിച്ചതിന് ശേഷമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അത് പൊതുവെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകൾക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡായിരിക്കും ഇന്ന് TCS കാഴ്ചവെക്കാൻ പോകുന്നത്. ആദ്യത്തെ Q4 റിസൾട്ട് ടാരിയിൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. ആ സ്റ്റോക്ക് അന്ന് അപ്പർ സീലിംഗ് ആയിരുന്നു. ഇന്ന് വീണ്ടും ആ സ്റ്റോക്ക് അപ്പർ സീലിംഗ് ആവാനുള്ള സാധ്യതകളാണ്. കാരണം അത്രയും എക്സലൻറ്റ് റിസൾട്ട് ആയിരുന്നു ആ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സീറോ ലാബ്സ് IIT മദ്രാസ് ആയിട്ട് ചേർന്നുകൊണ്ട് NVIDIA ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇല്ലാതെ എല്ലാ AI ടൂളുകളും വർക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ സ്റ്റോക്കുകൾ, AI റിലേറ്റഡ് സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്വയർ ചെയ്യുന്നതായിരിക്കും. ബ്ലാക്ക് റോക്ക് $750 മില്യൺ അഡാനി ഗ്രൂപ്പിൻ്റെ ബോണ്ടുകൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. മെജോറിറ്റി ബ്ലാക്ക് റോക്കാണ്. 3 to 5 ഇയർ ബോണ്ടുകളാണ്. ITD സെമെൻറ്റേഷൻ ടേക്ക് ഓവറിന് വേണ്ടിയുള്ളൊരു ഫണ്ട് കളക്ഷനാണ്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്
ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിൽ പുതിയൊരു ബില്ല് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഷിപ്പുകൾ അക്വയർ ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഡിഫൻസൊക്കെ ആയിട്ട് ടൈപ്പുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ തന്നെ GRSC ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവ് ആയിരിക്കാം. ഏത് രാജ്യങ്ങളിൽ നിന്നുള്ള ഷിപ്പുകളാണ് അക്വയർ എന്നുള്ള കാര്യമൊന്നും പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഷിപ്പിംഗ് കമ്പനികൾക്ക് നല്ല ഭാവിയാണ്. കാരണം എന്തായാലും ചൈനയിൽ നിന്ന് സോഴ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇന്നും നമുക്ക് നല്ല രീതിയിലുള്ള വളാറ്റിലിറ്റി ഒക്കെ കാണാം. അതേസമയം എല്ലാവരും താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവറാണ്. അതേസമയം Q4 റിസൾട്ടുകൾ വരുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ, മെജോറിറ്റി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വീണ്ടും കണ്ടാക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് സ്ലൈറ്റ് പോസിറ്റീവ് ബയാസ് കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.